തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അവസാനിക്കാത്ത രാഷ്ട്രീയ നാടകങ്ങൾ ഒടുവിൽ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു. സൂപ്പർ താരം വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ ആദ്യ സഖ്യ സർക്കാർ രൂപവൽക്കരിക്കാൻ ഒരുങ്ങുന്നു. നിർണായക വേളയിൽ നിരുപാധിക പിന്തുണയുമായി വിടുതലൈ ചിരുതൈകൾ കക്ഷിയും മുസ്ലിം ലീഗും എത്തിയതോടെയാണ് വിജയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഭൂരിപക്ഷം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി പദം ഉൾപ്പെടെയുള്ള കടുത്ത നിബന്ധനകൾ VCK നേതാവ് തോൾ തിരുമാവളർ മുന്നോട്ട് വെച്ചു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും VCK നേതൃത്വം അതെല്ലാം ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ഗവർണറുടെയും BJPയുടെയും നീക്കങ്ങൾ ചെറുക്കാനുമാണ് തങ്ങൾ വിജയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നാണ് VCK ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. TVK നേതാവ് ആദവ് അർജുന പിന്തുണക്കത്ത് ലഭിച്ച കാര്യം സ്ഥിരീകരിച്ചതോടെ വിജയ് ക്യാമ്പ് ഇപ്പോൾ കടുത്ത ആവേശത്തിലാണ്. ഇതിനിടയിലാണ് കേട്ടോ ലീഗിന്റെ പിന്തുണ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ DMKയ്ക്ക് ഒപ്പമേ നിൽക്കൂ എന്നും പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ലീഗ് പിന്നീട് മയപ്പെടുകയായിരുന്നു. നിലവിൽ 5 കോൺഗ്രസ് അംഗങ്ങളുടെയും 4 ഇടതു പ്രതിനിധികളുടെയും പിന്തുണ വിജയ്ക്കൊപ്പമാണ്. ഏറ്റവും ഒടുവിലായി VCKയുടെയും ലീഗിന്റെയും ഈ 2 അംഗങ്ങൾ കൂടി പിന്തുണ അറിയിച്ചതോടെ സഖ്യത്തിന്റെ ആകെ അംഗബലം 120 ഉയർന്നു. CPMും CPIയും ഇന്നലെയാണ് കേട്ടോ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. വിജയെ ഗവർണർ ആർലേക്കർ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കാത്തത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. മന്ത്രിസഭയിൽ ചേരാതെ പുറത്തു നിന്നാവും കേട്ടോ ഇടത് MLAമാരുടെ പിന്തുണ. 3 AIDMK MLAമാർ കൂടി വിജയ് ക്യാമ്പിലേക്ക് എത്തിയേക്കുമെന്നും ചില സൂചനകളുണ്ട്. നേരത്തെ വ്യക്തമായ പിന്തുണ കത്തുകൾ ഹാജരാക്കാത്തതിനാൽ സർക്കാർ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഗവർണർ RV ആർലേക്കർ 3 തവണ തള്ളിയിരുന്നു. എന്നാൽ VCKയും ലീഗും കൂടി എത്തിയതോടെ ഉടൻ തന്നെ വിജയ് ഗവർണറെ കണ്ട് സർക്കാർ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. 62 വർഷക്കാലമായി തമിഴ് മണ്ണ് അടക്കി വാണിരുന്ന DMK, AIDMK എന്നീ ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യത്തിനാണ് കേട്ടോ ഇതോടെ അന്ത്യമാകാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പിൽ TVK 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരുന്നു. ഭരണകക്ഷിയായ DMK 59 സീറ്റിലേക്കും AIDMK 47 സീറ്റിലേക്കും ചുരുങ്ങുകയായിരുന്നു. സഖ്യ സർക്കാരിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസുമായുള്ള ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. 2 മന്ത്രിസ്ഥാനങ്ങളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.